الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الأخوة الكرام، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن ربكم الله الذي خلق السماوات والأرض في 6 أيام ثم استوى على العرش يغشي الليل النهار يطلبه حثيثا والشمس والقمر والنجوم مسخرات بأمره ألا له الخلق والأمر تبارك الله رب العالمين. ادعوا ربكم تضرعا وخفية إنه لا يحب المعتدين ولا تفسدوا في الأرض بعد إصلاحها وادعوه خوفا وطمعا إن رحمة الله قريب من المحسنين. صدق الله العظيم. ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ അധിവസിക്കുന്ന ഈ ഭൂമിയും അതുൾപ്പെടെയുള്ള ഈ മഹാപ്രപഞ്ചവും പ്രപഞ്ചങ്ങളും ഇതിലുള്ള സർവചരാചരങ്ങളും ജീവനുകളുമൊക്കെ തനിയെ ഉണ്ടായി അങ്ങ് വളർന്നു വലുതായി പുരോഗമിക്കുന്ന ഒരു യാദൃച്ഛികമായ സംഭവമല്ല. പലപ്പോഴും പലർക്കും വ്യക്തമായും കൃത്യമായും അതിനെ സംബന്ധിച്ചറിയില്ലെങ്കിലും സാധാരണ മനുഷ്യരുടെ സാമാന്യ ബുദ്ധിക്ക് തന്നെ ഒന്ന് കണ്ണോടിച്ചാൽ മനസ്സിലാകുന്ന ഒരു സംഗതി, എല്ലാ ഓരോന്നിനും ചിട്ടയും ക്രമമുണ്ട് എന്നാണ്. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയ ആറ്റം മുതൽ ബ്രഹ്മാണ്ഡ കടാഹം വരെയുള്ളതിൻ്റെ ഹാവഭാവങ്ങളും രൂപവും പ്രവർത്തന രീതികളും ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ യഥാർത്ഥത്തിൽ അതിൻ്റെ ജീവിത സന്ദേശം ഞാനൊരു സൃഷ്ടിയാണ്, ഏതോ ഒന്നിൻ്റെ നിയന്ത്രണത്തിലാണ് ഞാൻ ജീവിക്കുന്നത് എന്നതായിരിക്കും. നമ്മളിവിടെ വരുമ്പോൾ സഞ്ചരിച്ചിട്ടാണ്, യാത്ര ചെയ്തിട്ട്, ചെറുതായാലും വലുതായാലും നിരത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ അതിനൊരു അടുക്കും ചിട്ടയുമൊക്കെ ഉണ്ട്. ചില നിയമങ്ങൾ പാലിച്ചേ നമുക്കിവിടെ എത്താൻ പറ്റുള്ളൂ. നമുക്ക് തോന്നിയതുപോലെ ഓടിപ്പതച്ച് കളിച്ച് വന്നാൽ പക്ഷേ ഇവിടെ എത്തൂല. കാരണം അതിൻ്റേതായ ചില ക്രമങ്ങളുണ്ട് എന്നുള്ള ഓരോ സംഗതി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഉണർച്ചയ്ക്കും ഉറക്കത്തിനും ഭക്ഷണത്തിനുമൊക്കെ അതിൻ്റെ ക്രമങ്ങളുണ്ട്. ശരീരത്തിൻ്റെ ഓരോ സെല്ലിൻ്റെയും വളർച്ചയ്ക്ക് ഒരു ക്രമമുണ്ട്. ഈ പുഴയും മലയും കാടുമൊക്കെ ഉള്ള ഈ ഭൂമി അതിങ്ങനെ അന്തരീക്ഷത്തിൽ എങ്ങും തൊടാതെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു എന്ന് പറയുമ്പോൾ
പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. അത്ര അത്ഭുതകരമാണ് സംഭവം. അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു സ്വന്തം നിലക്ക്. അതോടൊപ്പം തന്നെ മറ്റൊരു കറക്കം സൂര്യനെ വലയം ചെയ്തുകൊണ്ട്, സൂര്യനും ഈ ഭൂമിയൊക്കെ കൂടെ ചേർന്ന് സൗരയൂഥം വേറൊരു കറക്കം, ഗാലക്സി മറ്റൊരു കറക്കം എന്നൊക്കെ പറയുമ്പോൾ സാമാന്യ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ സാധ്യമല്ലാത്ത നിലയിൽ ആഴത്തിലേക്കാണ് വിഷയങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മളോട് പറഞ്ഞു തരുന്നത് വളരെ കൃത്യമായ ചില നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ, വളരെ വ്യക്തമായ ആസൂത്രണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. ഇതിന് വിവിധ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടായാൽ പ്രശ്നമാണ്. ഒരു ജംഗ്ഷനിൽ 2 ട്രാഫിക് ലൈറ്റുകൾ ഉണ്ടായാൽ, 2 മീൻസ് 4 ലൈറ്റ് ഉണ്ടാവും, ഓരോന്നിലും 2 ലൈറ്റ്, അല്ലെങ്കിൽ 2 പോലീസുകാരുണ്ടായാൽ അവിടെ വാഹനങ്ങൾക്ക് മര്യാദയ്ക്ക് പോകാൻ പറ്റില്ല, നമുക്കറിയാം. അതിന് ഒരു നിയന്ത്രണം മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒടുവിൽ ഒരു നിയന്ത്രണം ആരുടെയെങ്കിലും ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കുള്ളൂ. അതിനൊരു ഇമാറത്ത്, ഒരു അമീർ വേണം. അമീറില്ലാത്ത സമൂഹങ്ങളും പട്ടാളങ്ങളുമൊക്കെ പരാജയപ്പെട്ടത് ചരിത്രത്തിൽ ഒരുപാട് നാം വായിച്ചറിഞ്ഞ സംഗതിയാണ്. ഇതൊക്കെ നമ്മുടെ സാധാരണ ജീവിതത്തിൽ ആവശ്യമാണെങ്കിൽ ഈ മഹാപ്രപഞ്ചത്തെ ഭരിച്ചു കൊണ്ടുപോകാൻ യഥാർത്ഥത്തിൽ ഒരു ഏകശക്തി വേണമെന്ന് എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് ഖുർആൻ പല സ്ഥലത്തും ചോദിക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിലാവാത്തതല്ല പ്രശ്നം, അത് മൈൻഡ് ചെയ്യാത്തതാണ്. അറിഞ്ഞിട്ടും അതിനോടൊരു താല്പര്യം കാണിക്കാത്ത ഒരു മനസ്സാണ് അധിക മനുഷ്യർക്കുള്ളത്. അതുകൊണ്ട് അവർ ബഹുദൈവത്വ ചിന്തയിലേക്ക് കടന്നു പോകുന്നു എന്ന് ഖുർആൻ പലയിടത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അത്തരം ബഹുദൈവത്വ ചിന്ത മനുഷ്യനൊരിക്കലും ആശ്വാസവും സമാധാനവും നൽകില്ല എന്ന് മാത്രമല്ല, അവന് അനന്തമായ വേദനയിലും പ്രയാസത്തിലും കൊണ്ട് ചെന്ന് എത്തിക്കുകയും ചെയ്യും എന്ന് ഖുർആൻ വളരെ ശക്തമായ ഭാഷയിൽ വിവിധ തലങ്ങളിലൂടെ നമുക്ക് താക്കീത് നൽകുകയും ചെയ്യുന്നുണ്ട്. ഇത് ജീവിതവുമായി ബന്ധപ്പെടാത്ത ഒരു ബൗദ്ധിക വ്യായാമമോ അല്ലെങ്കിൽ ഒരു ആദർശ പ്രചരണമോ അല്ല എന്നുള്ളതാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ പ്രായോഗികതയിൽ എല്ലാ സന്ദർഭങ്ങളിലും ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് തൗഹീദ്, ഏകത്വ സിദ്ധാന്തം, ഏകദൈവ സിദ്ധാന്തം. അതിനെ പല കോലത്തിൽ പല രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. അത് ആഴത്തിൽ വേരൂന്നാൻ ശ്രദ്ധയോടെ പഠിച്ചു മനസ്സിലാക്കണമെന്ന് ഖുർആൻ പല സന്ദർഭങ്ങളിലൂടെ നമ്മളെ ഉണർത്തുന്നുമുണ്ട്. സൂറത്തുൽ അഅറാഫിൽ പറഞ്ഞ അത്തരം ചില ആയത്തുകളാണ് നിങ്ങളുടെ മുന്നിൽ ആദ്യം ഓതി കേൾപ്പിച്ചത്. ഇന്ന റബ്ബകുമുല്ലാഹു അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തത്തി അയ്യാം. നിങ്ങളുടെ വിധാതാവ്, നിങ്ങളുടെ സംരക്ഷകൻ, നിങ്ങളുടെ സൃഷ്ടാവ്, നിങ്ങളുടെ പരിപാലകൻ, നിങ്ങളുടെ സംഹാരകൻ. അതായത് സൃഷ്ടി, സ്ഥിതി, സംഹാരം. ഇതിന് മൂന്ന് ശക്തിയല്ല. ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ, അല്ലെങ്കിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നൊക്കെ ത്രികേയത്വ ചിന്തകൾ സമൂഹത്തിൽ പണ്ടുണ്ടായിട്ടുണ്ട്. ഇതെല്ലാം സൃഷ്ടിക്കുന്നവൻ തന്നെയാണ് സംരക്ഷിക്കുന്നതും, സംരക്ഷിക്കുന്നവൻ തന്നെയാണ് സംഹരിക്കുകയും ചെയ്യുന്നത്. ഈ സംഹാരം മറ്റൊരു സൃഷ്ടിയാണ്, പുതിയൊരു ഉദയത്തിന് വേണ്ടിയുള്ള ഒരു ഏർപ്പാട് മാത്രമാണ്. സംഹാരം സമ്പൂർണ്ണമായി നശിപ്പിക്കാൻ വേണ്ടിയുള്ളതല്ല. അനന്തമായ ജീവിതത്തിലെ സൃഷ്ടിയും സ്ഥിതിയും നിലനിർത്തപ്പെട്ടാൽ പിന്നെ ഒടുവിൽ ഇവിടെ കാണുന്നത് സംഹാരമാണ്. അത് കഴിഞ്ഞാൽ പുതിയൊരു ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു ഏർപ്പാടാണ്. ഇതെല്ലാം ചെയ്യുന്നത് ഏകശക്തിയാണ്, ഏകനായ അല്ലാഹുവാണ്. ആ അല്ലാഹുവിനെ സംബന്ധിച്ച് ഖുർആനിൽ വിശദീകരിച്ച ചില സംഗതികൾ, വളരെ കുറഞ്ഞ ചില സംഗതികൾ കഴിഞ്ഞ 2 ഖുതുബകളിലായി വിശദീകരിക്കുകയുണ്ടായി. നമുക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളാനാവാത്തൊരു മഹാസത്ത, വിശേഷണങ്ങളിലൂടെ മാത്രം നമുക്ക് മനസ്സിലാകാൻ കഴിയുന്ന ഒരു ശക്തി. ആ ശക്തി നമ്മുടെ ജീവിതത്തെ ഭരിച്ചുകൊണ്ടേയിരിക്കുന്നു. എല്ലാം കേൾക്കുകയും എല്ലാം അറിയുകയും ചെയ്യുന്നു. നമുക്ക് ജീവൻ തന്നതും ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി തന്നതും അനുഭൂതി നുകരാനും വേദന അനുഭവിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയതും ഈ ശക്തി തന്നെയാണ്. അവൻ തന്നെയാണ് നിങ്ങളുടെ പരിപാലകൻ, നിങ്ങളെ വളർത്തി വലുതാക്കാൻ. റബ്ബ് എന്ന വാക്കിന് പ്രഭു, വിഭു, പരിപാലകൻ, വളർത്തി വലുതാക്കുന്നവൻ എന്നൊക്കെ അർത്ഥമുണ്ട്. അർബാബ്,
മുതലാളിയെ അറബിയിൽ അർബാബ് എന്നാണ് വിളിക്കുക. സ്പോൺസറെ സാധാരണ ഗൾഫിൽ പോയവർക്കാൾ അറിയാം. അർബാബ് എന്നാണ് വിളിക്കുക. എന്ന് പറഞ്ഞാൽ ഏത് സംഗതിയും അത് ഇൻവെസ്റ്റ് ചെയ്ത് സൂക്ഷ്മതയോടുകൂടി പരിപാലിച്ച് വളർത്തി വലുതാക്കുന്ന ആൾ എന്ന അർത്ഥത്തിൽ റബ്ബ്. റബൂബിയത്ത്, അന്തിമമായ റബ്ബ് എന്ന വിശേഷണം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ മാത്രം ചെന്ന് നിൽക്കുന്നു. ബാക്കിയുള്ള എല്ലാ വളർത്തുന്ന ആളുകളും അള്ളാഹുവിൻ്റെ സഹായത്താലാണ് സംഗതികൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ റുബൂബിയത്ത് അംഗീകരിച്ചാൽ, അതായത് സംരക്ഷണത്വം സമ്പൂർണ്ണമായി അള്ളാഹുവിനാണ് എന്ന് അംഗീകരിച്ചാൽ, അവിടെ ഉലൂഹിയത്ത്, അതായത് ആരാധനയുടെ പ്രശ്നം ഉയർന്നു വരുന്നതാണ്. ഇങ്ങനെ സംരക്ഷിക്കുന്ന ഒരുത്തൻ, അവനോട് മാത്രമേ നമുക്ക് കാര്യങ്ങൾ ചോദിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ആവശ്യങ്ങളുണ്ട്, അങ്ങനെയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്ക് ദാഹിക്കും, വെള്ളം വേണം. ആർക്കും വെള്ളം വേണ്ട എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ദാഹം എന്നത് പ്രകൃതി നമുക്ക് നിശ്ചയിച്ച, അല്ലാഹു തആല നിശ്ചയിച്ച ഒരു വ്യവസ്ഥയുടെ ഭാഗമാണ്. വിശപ്പ് എന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ്. കുറേ നേരമൊക്കെ നമുക്ക് വിശപ്പ് സഹിച്ചിരിക്കാം, പക്ഷെ കൂടുതൽ നേരം നമുക്ക് സഹിക്കാൻ പറ്റില്ല എന്നുള്ള. മാക്സിമം 7 ദിവസം വെള്ളം കുടിക്കാതെ കിടക്കാം, 1 മാസം ഭക്ഷണം കഴിക്കാതെ കിടക്കാം. അങ്ങനെയൊക്കെ ശാസ്ത്രകാരന്മാർ പറയുന്നുണ്ട്. കാരണം ചിലപ്പോൾ ഒറ്റപ്പെട്ട് കടലിലൊക്കെ അകപ്പെട്ട ആളുകളൊക്കെ അങ്ങനെ ചില ദിവസങ്ങളിലൊക്കെ കഴിച്ചു കൂട്ടിയിട്ടുള്ളതായിട്ട് ചില ഗവേഷണ പഠനങ്ങളൊക്കെ തെളിയിക്കുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ ജീവിച്ചിരിക്കണതിന് ഭക്ഷണം വേണം, വെള്ളം വേണം. അത് മാത്രം പോരാ, ഓരോ വിഭാഗവും വംശവർദ്ധനവിന് വേണ്ടിയുള്ള, വംശം നിലനിർത്താനുള്ള തൃഷ്ണ അതിൽ തന്നെ ഉത്ഭുതമാക്കിയിട്ടുണ്ട്. ഓരോന്നിനും അതിൻ്റേതായ സദാചാരത്തിൻ്റെ ചട്ടക്കൂടുകളുണ്ട്. മൃഗങ്ങൾക്കുമുണ്ട്, പക്ഷികൾക്കുമുണ്ട്, മത്സ്യങ്ങൾക്കുമുണ്ട്, മനുഷ്യർക്കും അതിൻ്റേതായ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. ഓരോ മൃഗത്തിനും അതിൻ്റെ ചില ഗോത്രങ്ങൾ, ഏർപ്പാടുകളും കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്കറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനെയൊക്കെ, ഈ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി എല്ലാ ഏർപ്പാടുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത് നിങ്ങളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഈ റബ്ബാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ, നിങ്ങളെ സൃഷ്ടിക്കുന്ന അതേ തമ്പുരാൻ തന്നെയാണ് ഈ മഹാപ്രപഞ്ചത്തെയും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നവൻ. അവൻ സൃഷ്ടിപ്പിന്റെ ഒരു യാഥാർത്ഥ്യത്തെ കുറിച്ച് നമ്മളോട് പറയാണ്. 6 ദിനങ്ങളിലാണ് സൃഷ്ടിച്ചത്. 6 ദിനങ്ങൾ എന്നിവിടെ പറയുമ്പോൾ ഈ പ്രപഞ്ചം ഇല്ലാത്ത കാലത്തെ ദിനാണ്. നമ്മൾക്ക് ദിനം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരിക. അത് ഈ സൗരയൂഥത്തിൽ ഭൂമിയിൽ മാത്രമുള്ള ഒരു ദിനത്തിന്റെ ഏർപ്പാടാണ്. ഇത് ചൊവ്വാഗ്രഹത്തിൽ പോയി കഴിഞ്ഞാൽ ദിനത്തിന് വ്യത്യാസം ഉണ്ടാവും. ബുധനിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ദിനത്തിന് വ്യത്യാസം ഉണ്ടാവും. അതുപോലെ വ്യാഴനിലേക്കോ ശനിയിലേക്കോ യുറാനസിലേക്കോ പ്ലൂട്ടോയിലേക്കോ പോയി കഴിഞ്ഞാൽ ദിനത്തിന് വ്യത്യാസം ഉണ്ടാവും. അകലെയുള്ള ഒരു നക്ഷത്രത്തെ ചുറ്റുന്ന മറ്റൊരു ഗ്രഹത്തെ നമ്മൾ നോക്കിയാൽ അവിടെ ദിനം ചിലപ്പോൾ നമ്മുടെ ഒരുപാട് വർഷങ്ങൾ ചേർന്നതായിരിക്കും. ഭൂമിയും സൂര്യനും തമ്മിലുള്ള ബന്ധവും അതിൻ്റെ കറക്കവും കണക്കും ഒക്കെ അനുസരിച്ച് 365 ദിവസം കണക്കാക്കി രായും പകലും ഒക്കെ തീരുമാനിച്ച് ദിനരാത്രങ്ങളുടെ ആ മണിക്കൂറുകൾ നമ്മൾ കണക്കാക്കി. അപ്പം ദിനം, ഇവിടെ അല്ലാഹു തആല പറയുന്ന ദിനം ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പുണ്ടാണ്. അപ്പോൾ അവിടെ സമയം എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഖജനാവിലുള്ള അനന്തമായ സംഗതിയാണ്. നമ്മുടെ ഈ വട്ടത്തിലുള്ള താൽക്കാലിക ഭൂമിയിലുള്ള സമയക്രമത്തെക്കുറിച്ചില്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് ഗവേഷണം നടത്തിയ ആളുകളുടെ ഘട്ടം എന്നൊക്കെ പറഞ്ഞു. 6 ഘട്ടങ്ങളിലായി. ഒരു ഘട്ടം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കാമായിരുന്നു. പക്ഷേ 6 ഘട്ടങ്ങളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് അവന്റെ യുക്തിക്കനുസരിച്ചാണ്. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരാളെ സൃഷ്ടിക്കണമെങ്കിൽ അല്ലാഹു തആലക്ക് വളരെ എളുപ്പം കഴിയും. ആദമിനെ സൃഷ്ടിച്ചതുപോലെ കുറച്ച് മണ്ണെടുത്തവിടെ സൃഷ്ടിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ആദമിനെ മാത്രമേ അങ്ങനെ സൃഷ്ടിച്ചുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ആണും പെണ്ണും ഇണചേർന്ന് പിന്നെ ഗർഭാശയത്തിലേക്ക് നീരമൊഴുക്കി അവിടെ നിന്ന് ഭ്രൂണമാക്കി വളർത്തി വലുതാക്കി ഒരു നിശ്ചിത സമയം നിശ്ചയിച്ചു. പുറത്തു വന്നാലോ പെട്ടെന്ന് വലുതാക്കാൻ അല്ലാഹ് കഴിയാത്തുണ്ടെന്നല്ലോ, പക്ഷേ വലുതാക്കുന്നില്ല. ആ ജീവിതത്തിന്റെ പ്രയാണത്തിന് അല്ലാഹു തീരുമാനിച്ച ഒരുപാട് സംഗതികളുണ്ട്. ആ കുട്ടിയോടുള്ള സ്നേഹം, അതിനെ പരിപാലിക്കുമ്പോഴുണ്ടാവുന്ന ജീവിതത്തിന്റെ മധുരം, അനുഭൂതി, കുട്ടി ചിരിക്കുമ്പോഴുണ്ടാവുന്ന മാതാവിൻ്റെയും പിതാവിൻ്റെയും ബന്ധുക്കളുടെ സന്തോഷം, ഇതൊക്കെ വളരെ മനോഹരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു. പടച്ചോൻ ഇതൊന്നും വേണ്ട, ആദമിനെ പോലെ എല്ലാവരെയും അങ്ങ് പടച്ചാൽ മതിയായിരുന്നു. അങ്ങനെയല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തത്. അപ്പോൾ ഏത് തരത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ യുക്തിക്ക് ചേർന്ന നിലക്കാണ് ഈ വക സൃഷ്ടിപ്പുകൾ നടത്തിയിട്ടുള്ളത് എന്ന് അല്ലാഹു തആല പറഞ്ഞു
പഠിപ്പിക്കുന്നത്. നമുക്ക് വായിക്കാൻ മനസ്സിലാവും. അപ്പോൾ സിത്തത്തെ അയ്യാമെന്ന് പറഞ്ഞാൽ അന്വേഷിച്ചിട്ട് കുഴപ്പമുണ്ടാക്കി ഖുർആനിൽ കുഴപ്പമുണ്ടാക്കാൻ നോക്കണ്ട എന്നുള്ളതല്ല. 6 ദിശകളിലായിട്ട്, അത് 2 ദിശകളിൽ ഇന്ന 4 ദിശകൾ ഇങ്ങനെയൊക്കെ വിശദീകരിച്ച് പറയുന്ന ചില ഭാഗങ്ങളുണ്ട്. 6 ഘട്ടങ്ങളിലായിട്ട് ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംവിധാനിച്ചിരിക്കുന്ന ആ തമ്പുരാൻ. എന്നിട്ട് ഹുമ്മസ്തവ അലൽ അർഷ്, പിന്നെ അവൻ സിംഹാസനസ്ഥനായി, സിംഹാസനത്തിലിരുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എന്തോ ഒരു ശരീരമുണ്ട്, ഒരു സിംഹാസനം എടുത്ത് വെച്ച് അവിടെ ഇരുന്നു എന്നുള്ള അർത്ഥത്തിലല്ല അത് പ്രയോഗിച്ചിട്ടുള്ളത്. സാധാരണ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ രാജാവ് അവിടെ ഉപവിഷ്ടനായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അധികാരം നടത്താൻ വേണ്ടി ചാർജ് എടുത്തു എന്നുള്ളതാണ്. അദ്ദേഹം ചെയർമാൻ കസേരയിൽ വന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിൻ്റെ ഡ്യൂട്ടി തുടങ്ങിയിരിക്കുന്നു എന്നർത്ഥം. ആ ഒരു അർത്ഥത്തിൽ രാജാക്കന്മാരും അവരുടെ പദവികളും അവരുടെ സിംഹാസനവും അതിൻ്റെ അധികാരവും ഒക്കെ മനസ്സിലാകുന്ന ഒരു ജനതയ്ക്ക് ലോക്കൽ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് സിംഹാസനസ്ഥനായി എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത്. അത് അല്ലാഹു തആലയുടെ സിംഹാസനം അവിടെ ഇന്ന സ്ഥലത്ത് എവിടെയെങ്കിലും ഇരിക്കുകയാണ്, അതിൽ കയറി ഇരുന്നു എന്നാലും ധരിച്ചേക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം സൃഷ്ടിച്ചിട്ട് എവിടെയെങ്കിലും മൂലയിൽ കുത്തിയിരുന്ന് അതങ്ങ് നടന്നോട്ടെ എന്ന് വിചാരിക്കുന്ന രീതിയിലല്ല എന്നാണ് ആ പറയുന്നത്. എല്ലാത്തിൻ്റെയും അനുനിമിഷങ്ങളിലുള്ള പ്രവർത്തനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ രാവിലെകളും വൈകുന്നേരങ്ങളും മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും, ഓരോ നിമിഷത്തിൻ്റെ ഓരോ നാനോ സെക്കൻഡിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇടപെടലുണ്ട് നമ്മുടെ മനസ്സിലും ശരീരത്തിലും. അപ്പോൾ ഈ സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം അത് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പറഞ്ഞത്, ഞാൻ അധികാരം ഏറ്റെടുത്തു. ഇത് സൃഷ്ടിച്ചിട്ട് അങ്ങ് വിട്ടേക്കുകയല്ല, ഓട്ടോമാറ്റിക്കായിട്ട് വളർന്നോട്ടെ എന്ന് നിനക്ക് വിട്ടേക്കുകയല്ല. അത് സൃഷ്ടിച്ചിട്ട് അതിൻ്റെ സംവിധാനത്തെക്കുറിച്ചും പരിപാലനത്തെക്കുറിച്ചുള്ള ബോധത്തോടുകൂടി, ജ്ഞാനത്തോടുകൂടി അതിൻ്റെ അധികാരം നമ്മുടെ കൈവശമാണ്. അതിനൊരു ചെറിയ ഉദാഹരണം പറയാണ്. അതായത് രാവിനെ കൊണ്ട് നാം പകലിനെ മൂടുന്നു. നല്ല പ്രയോഗമാണ്. രാവിനെ കൊണ്ട് പകലിനെ മൂടുന്നു, പകലോ രാത്രിയെ തേടി പായുന്നു. നല്ല രസകരമായ ഒരു മനോഹരമായ ഒരു ചിത്രീകരണം. രാവിനെ കൊണ്ട് നാം പകലിനെ മൂടുന്നു, ആ പകലോ രാവിനെ തേടി പായുന്നു. വളരെ മനോഹര 2 ജീവനുള്ള സംഗതികളുടെ പ്രയാണം പോലെ സജീവമായി മനുഷ്യ മനസ്സിൽ ആഴത്തിൽ പതിക്കുന്ന തരത്തിലാണ് ഖുർആന്റെ ആ പ്രയോഗം. സത്യത്തിൽ രാവും പകലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർജീവമാണ് എന്നാണ് നമ്മുടെ ധാരണ. രാവിന് ജീവനുണ്ട്, പകലിന് ജീവനുണ്ട്, ഭൂമിക്ക് ജീവനുണ്ട്, പ്രപഞ്ചത്തിന് ജീവനുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ. പക്ഷേ വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയന്ത്രണത്തിൽ അതിൻ്റെതായ ഒരു ജീവചൈതന്യത്തോടു കൂടിയാണ് അത് പറന്നുകൊണ്ടിരിക്കുന്നത്, അത് ജീവിതം ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. രായും പകലും ഇങ്ങനെ ചലനാത്മകമാണ്, അതൊരു സ്ഥലത്ത് നിൽക്കുകയല്ല. രാവ് അങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ സാധ്യമാകുമായിരുന്നില്ല എന്ന് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നു. പകൽ അങ്ങനെ തന്നെ മാറാതെ നിന്നാൽ നിങ്ങൾക്കൊരിക്കലും ഇവിടെ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കുമായിരുന്നില്ല എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അങ്ങനെ രായും പകലും മാറി വരുന്നു. പ്രഭാതത്തിൻ്റെ പൊൻപ്രഭാതം വരുമ്പോൾ മനുഷ്യന് പുത്തൻ ഉണർവുമായിട്ടാണ് എഴുന്നേൽക്കുന്നത്. ഓരോ മലക്കും വിളിച്ചു പറയും, ഇന്നൊരു ദിവസം തുടങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് അള്ളാഹുമായി അടുത്തിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ പാത കണ്ടെത്തുക എന്ന്. പക്ഷേ അശ്രദ്ധ മനസ്സുകൾക്ക് ആ മലക്കിൻ്റെ ഉൾവിളി കേൾക്കാൻ സാധ്യമാവുകയില്ല. സത്യവിശ്വാസ മനസ്സുകൾ എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുകയാണ്. അപ്പോഴാണ് അവന് ആ ഉൾവിളി കേൾക്കാൻ സാധിക്കുന്നത്. നല്ല ക്ഷീണം, ആ ക്ഷീണത്തിൽ നിന്ന് മെല്ലെ ഇങ്ങോട്ട് പൊന്തി വരികയാണ്. പൊന്തി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്രഷ് ആവുന്നു. ജലം കൊണ്ട് കഴുകുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ക്ഷീണം നമ്മൾ മാറിക്കിട്ടുന്നു. ഒന്നുകൊടുത്ത് 2 റക്അത്ത് നിസ്കരിച്ച് കഴിയുമ്പോൾ ആദ്യം ചെയ്യുന്ന പരിപാടി ഫറളായ സംഗതി ഒന്നുകൊടുക്കലാണല്ലോ. അത് കഴിഞ്ഞ് നമസ്കാരം നിർവഹിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഉണർവും ചൈതന്യം ഉണ്ടാകുന്നു. അങ്ങനെ ദിനത്തിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് പോവുകയാണ്. അങ്ങനെ രാവ് മാറി പകൽ വരുമ്പോൾ മനുഷ്യ മനസ്സിലും ശരീരത്തിലും ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ക്ഷീണം ബാധിക്കുമ്പോൾ റെസ്റ്റ് എടുക്കാൻ പറയുന്നു. സ്റ്റോപ്പ് ഓവർ, പണിക്ക് നിർത്തി വെച്ചിട്ട് അള്ളാഹുവിനടുത്ത് വീണ്ടും ചെന്നിട്ട് പടച്ചവനെ കൂടുതൽ ഊർജം തരണേ, ശക്തി തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദിനത്തിൽ 3-4 പ്രാവശ്യം അങ്ങനെ ചെയ്യുന്നു. പിന്നെ ആ പകല്, ആ പ്രാർത്ഥന അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ പകലോ രാവിനെ തേടി പായുന്നു. ആ രാത്രി വീണ്ടും പകലിനെ മൂടിക്കളയുന്നു.
മനോഹരമാണ് ആ സങ്കല്പം. ഈ ജീവിതം തന്നെ അങ്ങനെ ചിന്തിച്ചു കഴിയുമ്പോൾ വളരെ മനോഹരമാണ്, ആസ്വാദ്യദായകമാണ്. നമുക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, രോഗങ്ങൾ നമ്മളെ വിഷമിപ്പിക്കുന്നുണ്ട്, ആളുകൾ മരിച്ചു പോകുന്നത് നമ്മളെ വേദനിപ്പിക്കുന്നുണ്ട്, ദാരിദ്ര്യം നമ്മളെ കഷ്ടപ്പെടുത്തുന്നുണ്ട്, മക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ കഴിയാതെ വേവലാതി കൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അപ്പുറമുള്ള പടച്ച തമ്പുരാന്റെ നിയന്ത്രണത്തെക്കുറിച്ച് ചിന്തിക്കുകയും കണ്ണങ്ങോട്ട് പായിപ്പിക്കുകയും ചെയ്യുമ്പോൾ ആകാശലോകത്ത് നിന്നറിയാതെ ആശ്വാസം മനുഷ്യ മനസ്സിലേക്ക് കടന്നു വരുന്നു. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ. നിനക്ക് വിഷമമുണ്ടല്ലേ, നിനക്ക് പ്രയാസമുണ്ടല്ലേ, പട്ടിണിയുണ്ടല്ലേ, രോഗമുണ്ടല്ലേ, ദാരിദ്ര്യമുണ്ടല്ലേ, ശത്രുഭയമുണ്ടല്ലേ, അതുപോലെ ഒരുപാട് വേദനകളും പേറിയാണ് നീ വേച്ച് ഈ ഭൂമിയിലൂടെ നടക്കുന്നത്. പേടിക്കണ്ട. വലാ തഖാഫൂ വലാ തഹ്സനൂ. നീ ഭയക്കണ്ട, നീ അതുപോലെ വ്യാകുലചിത്തനാവേണ്ടതില്ല. നിന്റെ ജീവിതത്തിന്റെ ഭാരം നീയാണ് ചുമക്കുന്നതെന്ന് ധരിക്കണ്ട. അത് ചുമക്കാനും അത് വഹിക്കാനും നിനക്കൊരു ഉത്തമനായ രക്ഷിതാവുണ്ട് എന്ന ബോധത്തോടുകൂടി നടന്നാൽ, അത് നീ ഏറ്റു പറഞ്ഞാൽ, അല്ല പ്രഖ്യാപിച്ചാൽ, ഖാലു അവർ പറയുന്നു റബ്ബുനല്ലാ, അല്ലാഹുവാണ് എൻ്റെ സംരക്ഷകൻ എന്ന് ഉറക്കെ പറയുന്നു. അതാണ് അവർ പ്രഖ്യാപിക്കുന്നത്. പക്ഷേ നമ്മുടെ പ്രഖ്യാപനവും നമ്മുടെ മനസ്സും തമ്മിലുള്ള അകലം കൂടുന്നത് കൊണ്ട് ആ പ്രഖ്യാപനത്തിൻ്റെ ശരിയായ നിലയിലുള്ള ഒരു ഇഫക്റ്റ്, അതിൻ്റെ സ്വാധീനം നമ്മുടെ മനസ്സിലുണ്ടാവുന്നില്ല. നമ്മളല്ലല്ലോ വളർത്തുന്നത്. ഭാര്യയെ സംരക്ഷിക്കുന്നത് ഭർത്താവാണ് എന്നൊന്നും ആരും വിചാരിക്കേണ്ടതില്ല. മക്കളെ സംരക്ഷിക്കുന്നത് വാപ്പയാണ് എന്നൊന്നും വിചാരിക്കേണ്ടതില്ല. എന്ന് പറഞ്ഞ് ഞാനൊന്നും സംരക്ഷിക്കൂല എന്ന് പറയാൻ വേണ്ടി അല്ല പറഞ്ഞത്. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നോക്കുമ്പോൾ എല്ലാ സംരക്ഷണവും അവൻ ഏറ്റെടുത്തു. അവന് വേണ്ടി, അവന് പ്രതിനിധിയായി, അവന് വേണ്ടി ഞാനിത് നിൽക്കുന്നു. അതാണ് നമ്മൾ പറയുന്നത്, ഇന്ന സലാത്തി വ നുസുകി വ മഹിയായ വ മമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. തമ്പുരാനെ, ഞാൻ ഈ പ്രാർത്ഥിക്കുന്നത് നിനക്ക് വേണ്ടിയാ. നീ എന്നെ പടച്ചു, സൗകര്യങ്ങൾ തന്നു, എന്നിട്ട് നിന്നോട് പ്രാർത്ഥിക്കാൻ നീ പറഞ്ഞു, ഞാനിതാ പ്രാർത്ഥിച്ചിരിക്കുന്നു എന്ന് അവനെ ബോധ്യപ്പെടുത്താൻ, സ്വന്തം ബോധ്യപ്പെടുത്താൻ. അല്ലാഹ് ബോധ്യമില്ലാത്തോണ്ടല്ല, നമ്മളെ ബോധ്യപ്പെടുത്താൻ, എന്നിട്ട് സമൂഹത്തിന് സാക്ഷിയാവാൻ. അവസാനം പറയുന്ന മഹിയായ മമാത്തി, ഞാൻ ജീവിക്കുന്നത് നിനക്ക് വേണ്ടിയാ, ഞാൻ മരിക്കുന്നതും നിനക്ക് വേണ്ടിയാണ് തമ്പുരാനെ എന്നിങ്ങനെ ആഴത്തിൽ അങ്ങനെ പറയുമ്പോൾ അത് താങ്ങാനാവാതെ അവന്റെ ഞരമ്പുകൾക്ക് മുറുക്കം സംഭവിക്കുമ്പോൾ അവന്റെ ശരീരത്തിൽ പ്രത്യേകമായ ചില രാസപ്രവർത്തനങ്ങളിലൂടെ അവന്റെ കണ്ണുകളിലൂടെ ധാരധാരയായി കണ്ണുനീരിറ്റു വീഴുമെന്ന്. അങ്ങനെ അവൻ അല്ലാഹുമയാ റബ്ബിനെ കുറിച്ചാണ് അവന് മനസ്സിലാക്കേണ്ടത്. ആ റബ്ബാണ് യഥാർത്ഥത്തിൽ റബ്ബ് എന്ന് പറയാ. ആ റബ്ബ് ഈ രാവിനെ പൊട്ടിക്കുന്നത് കണ്ടില്ലേ? പകലൊരിക്കലും തളരാതെ രാത്രിയുടെ പിന്നാലെ പാഞ്ഞുകൊണ്ടിരിക്കുന്നത് നിന്റെ മുന്നിലല്ലേ നീ കാണുന്നത്? രാത്രി ഒരിക്കലും തളരാതെ അതിങ്ങനെ പകലിനെ പ്രസവിക്കുന്നത് നീ കാണുന്നില്ലേ? അതുപോലെ എന്തെല്ലാം ആകാശത്തിലെ പറവകള് അവയെ അവിടെ പിടിച്ചു നിർത്തുന്നത് നീയാണോ? അല്ല, മനുഷ്യന്മാരെല്ലാം കൂടെ ചേർന്നാണോ? അവർ വിതയ്ക്കുന്നില്ലല്ലോ, അവർ കൊയ്യുന്നില്ലല്ലോ. പക്ഷേ നിങ്ങളെക്കാൾ എത്രയോ അധികമുണ്ടവരൊക്കെ. പക്ഷെ അവരെല്ലാം ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, അവർ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ, അവരെ ഇണയും തുണയുമായി സന്തോഷം പങ്കിടുന്നുണ്ടല്ലോ. അതുപോലെ ചെടികള്, ലതകള് നിങ്ങൾ നോക്കൂ, അവരെല്ലാം ഇങ്ങനെ കാറ്റിലാടി സന്തോഷം രേഖപ്പെടുത്തുന്നുണ്ട്. കളകളാരവം പുഴയ്ക്ക് ഒഴുകുന്ന പുഴകളിലുണ്ടല്ലോ, അത് തസ്ബീഹാണ്. അള്ളാഹുവിന്റെ ഔന്നിത്യത്തെ, മഹോന്നതയെ പ്രകീർത്തനം ചെയ്തുകൊണ്ട് അങ്ങനെ കുണുങ്ങി ഒഴുകി കടലിലേക്ക് ചെന്നു ചേരുന്നു. ഒരിക്കലും അവ നിലയ്ക്കുന്നില്ലല്ലോ, ഒരിക്കലും അവ തളരുന്നില്ലല്ലോ, ഒരിക്കലും അത് എനിക്ക് പറ്റില്ല എന്ന് പറയുന്നില്ലല്ലോ. നീ എന്താ മനുഷ്യ, നിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ കാണുമ്പോ, പ്രയാസങ്ങൾ കാണുമ്പോ തളർന്നിരുന്നു പോണത്, ജീവിതത്തെക്കുറിച്ച് തെറ്റായ ചിന്താഗതി ഉണ്ടാകുന്നത്, ജീവിതത്തെക്കുറിച്ച് നിരാശ ബാധിക്കുന്നത് ആവശ്യമില്ല. നീയല്ല നിന്റെ സംരക്ഷകൻ, നീയല്ല നിന്റെ സൃഷ്ടാവ്. ഇന്ന റബ്ബക്കുമുല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർള. അതാ പഠിപ്പിക്കുന്നത്. നിങ്ങളെ സംരക്ഷിക്കുന്ന ഈ തമ്പുരാനാണ് ഈ മഹാപ്രപഞ്ചത്തെ പടച്ചുണ്ടാക്കിയത്. അതിലെ ചെറിയൊരു ബിന്ദു മാത്രമാണ്. ഈ പ്രപഞ്ചത്തിൽ തന്നെ ഭൂമി വളരെ ചെറുതാണ്. അങ്ങനെയുള്ള ചെറിയ ഭൂമിയിലെ ചെറിയ മനുഷ്യന്മാര് എന്തിനാണ് ഇത്രയും വേവലാതി? യാഥാർത്ഥ്യം മനസ്സിലാക്കിയാൽ മനസ്സിൽ കുളിർമയിറങ്ങും. ആകാശലോകത്ത് അതിന് സംവിധാനങ്ങളുണ്ട്. നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുമ്പോ, അള്ളാഹുവിന് വേണ്ടിയാണ് ജീവിതമെന്ന് പറയുമ്പോ, സിംഹാസനം ചുമക്കുന്ന മാലാഖമാർ തമ്പുരാനോട് പറയും, ഇന്ന സ്ഥലത്ത് ഇന്ന മനുഷ്യന്മാരെ നിന്നെ ഓർത്തുകൊണ്ടിരിക്കുന്നു, അല്ലാഹുമ്മ ഗ്ഫിർ, അല്ലാഹുമ്മ അർഹം,
അവർക്ക് വേണ്ടി നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ, അവരുടെ ജീവിതത്തിൽ നീ കാരുണ്യം കാണിക്കണേ എന്ന് നമ്മൾ ഈ കൊച്ചു ഭൂമിയിലൂടെയാണ് നടക്കുന്നതെങ്കിലും അങ്ങ് ഉത്തുംഗ സിംഹാസനത്തിൽ നമ്മെക്കുറിച്ച് സ്മരണയുണ്ട് എന്നറിയുന്ന ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിന്റെ ആത്മബലം ഭയങ്കരമായിരിക്കുന്നതാ. അങ്ങനെ ഓരോ മനുഷ്യനെയും സ്വന്തം കാലിൽ നിൽക്കാൻ ആത്മബലം ഉണ്ടാക്കി കൊടുക്കുന്ന സെന്റൻസുകളാണ്, ആയത്തുകളാണ്, ദൃഷ്ടാന്തങ്ങളാണ് ഖുർആൻ ഇങ്ങനെ ഓതി കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നാം നിത്യവും അത് പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഒരു അല്പസമയം ഇറങ്ങിച്ചെന്നാൽ നമ്മൾ വ്യസനം പ്രയാസവുമൊക്കെ അകന്ന് സന്തോഷഭരിതമായി അള്ളാഹുലേക്ക് നോക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതാണ്. അങ്ങനെ എത്തിച്ചേരുന്ന ഉത്തമ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെയുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ യൻബഗി ലിജലാലി വജ്ഹിഹി വഅളീമി സുൽത്താനി സുബ്ഹാനക ലാ നസീതനാ കമാ സനൈത നഫ്സഹു ലക്കൽ ഹംദു ഹത്താ തർദാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അയ്യുഹൽ ഇഖ്വത്തുൽ അഹ്ബാ ഊസികും വഇയ്യായ താനിയം ബിത്തഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കാനാണ് പ്രവാചകനോട്, എല്ലാ പ്രവാചകന്മാരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ളത്. മനുഷ്യ മനസ്സ് ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു പേടിയുണ്ടാവും, ഒരു താല്പര്യം ഉണ്ടാവും, ഒരാഗ്രഹം ഉണ്ടാവും, പിന്നെ വേഗം മറിഞ്ഞു പോകും. കൽബ് കലപ്പ എന്നിട്ടില്ല, കലപ്പ കലബ എൻഖലിബ് എൻഖിലാബ് പല പ്രാവശ്യം പറഞ്ഞതാ. ഉഴുതുമറിക്കുന്ന സാധനം, മറിഞ്ഞുകൊണ്ടേയിരിക്കുന്ന ചിന്തകൾ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. നല്ല ഞാൻ അങ്ങനെ ചെയ്യും എന്നൊക്കെ തീരുമാനമെടുക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്യൂല എന്ന് തീരുമാനമെടുക്കും. കുറച്ച് കഴിയുമ്പോൾ അത് തന്നെ ചെയ്യും. നിരാശപ്പെടേണ്ട എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഒരിക്കലും നിരാശയുള്ള ഒരു സെന്റൻസും ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയില്ല. പ്രതീക്ഷ നൽകുന്നതാണ്. നരകത്തെക്കുറിച്ച് പറയുമ്പോഴും അതുപോലെ തന്നെ ശിക്ഷയെക്കുറിച്ച് പറയുമ്പോഴും ഇപ്പുറത്തും പ്രതീക്ഷ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആയത്തുകളുടെ ഇടയിൽ അത് പറയുന്നത്. ഇത് പ്രപഞ്ചത്തെക്കുറിച്ച് പറഞ്ഞ് ഒരു ഉദാഹരണം കൂടി പറയാം കൂട്ടത്തിൽ. സൂര്യനും ചന്ദ്രനും അതുപോലെ നക്ഷത്രങ്ങളും. അത് നോക്ക്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടിപ്പോയാൽ, ഓർബിച്ച് തെറ്റിയാൽ, ഭ്രമണപഥം തെറ്റിയാൽ, കൂട്ടിയിടിച്ച് നാശാവുന്നൊന്നും വലിയ സയൻസ് ഒന്നും പറഞ്ഞു തരാതെ എല്ലാവർക്കും അറിയാം. അതെല്ലാം മുസഖറാത്തും ബി അംരിഹി, അവന് അജ്ഞാനവർത്തികളായി വർത്തിക്കുന്നു. അവൻ്റെ കൽപ്പനയ്ക്ക് കീഴ്പ്പെട്ടുകൊണ്ടാണ് പോകുന്നത്. സൂര്യനൊരു രക്ഷിതാവുണ്ട്, ചന്ദ്രനൊരു രക്ഷിതാവുണ്ട്, നക്ഷത്രങ്ങൾക്കൊരു രക്ഷിതാവുണ്ട്. അവൻ എന്താണ് കൽപ്പിച്ചത് അതനുസരിച്ചാണ് പോകുന്നത്. നമ്മളെക്കാൾ എത്രയോ വലുതായി സൂര്യൻ. പക്ഷെ ആ സൂര്യന് വിശ്വാസ സ്വാതന്ത്ര്യമൊന്നുമില്ല. നമുക്കാണ് വിശ്വാസ സ്വാതന്ത്ര്യമുള്ളത്. വേണമെങ്കിൽ വിശ്വസിക്കാം, വേണമെങ്കിൽ നിഷേധിക്കാം. വമൻ ശാഅ ഫല്യുമിൻ വമൻ ശാഅ ഫല്യക്ഫുർ. എന്നിട്ട് ഇതിൽ പറഞ്ഞിട്ട് ഈ ഉദാഹരണങ്ങൾ പറഞ്ഞു. അലാ ലഹുൽ ഖൽഖു വൽ അംറു തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ. അറിയുക, നിങ്ങൾ അറിയണം. അലാ ലഹുൽ ഖൽഖു വൽ അംർ, സൃഷ്ടിയും കൽപ്പനയും അവന് മാത്രമാണ്. വലിയ ആഴത്തിലാ വിഷയം പറയുന്നത്. സൃഷ്ടിയും കൽപ്പനയും അവന് മാത്രമാണ്. എന്ത് സൃഷ്ടിക്കണം, എങ്ങനെ സൃഷ്ടിക്കണം, എപ്പോൾ സൃഷ്ടിക്കണം, എവിടെ സൃഷ്ടിക്കണം എന്ന് തീരുമാനിക്കുന്നത് അല്ലാഹുവാണ്. യഖ്ലുഖു മാ യശാ വയഖ്താർ. അവൻ ഉദ്ദേശിക്കുന്ന സൃഷ്ടിക്കും, അവൻ ഉദ്ദേശിക്കുന്ന തിരഞ്ഞെടുക്കും. തിരഞ്ഞെടുപ്പ് അവകാശം വേറെ. വമാ കാന ലഹുമുൽ ഖിറത്ത്. സൃഷ്ടിപ്പിലെ തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം ഇല്ല. അപ്പോൾ ആളുകൾ തെറ്റിദ്ധാരണ, എന്താ തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സൃഷ്ടിപ്പിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസ സ്വാതന്ത്ര്യം, വിശ്വാസത്തിൽ തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം അല്ല പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. സൃഷ്ടിക്കുമ്പോഴേ തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം. നമ്മളെ പഠിക്കുന്ന കാര്യത്തിൽ നമുക്കൊരു തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം ഉണ്ടാകും. നമ്മൾ ജനിച്ച് ഒന്ന് പേടി അറിഞ്ഞത് ഒരു കുഞ്ഞ് ആണോ പെണ്ണോ എന്ന് തീരുമാനിക്കാൻ നമുക്ക് പറ്റുമോ? ഇപ്പം മഴയാണോ വേണ്ടെന്ന് തീരുമാനിക്കാൻ നമുക്ക് പറ്റുമോ?
കൃത്രിമ മഴ പെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയണം. അതും ഈ പ്രപഞ്ചത്തിലുള്ള സാധനങ്ങളെ ഒരു കൂട്ടിയിട്ട് അതിന് ഡെൻസിറ്റി കൂട്ടി അടിക്കുന്ന പരിപാടിയാണ്. പുതുതായിട്ട് വെള്ളം ഉണ്ടാക്കുകയല്ല. ഹൈഡ്രജനും ഓക്സിജനും കൂടെ ചേരണില്ല എന്നങ്ങ് തീരുമാനിച്ചാൽ പ്രപഞ്ചത്തിൽ ആർക്കാണത് ചേർത്താൻ കഴിയുക? അപ്പം അത് ചേരുക എന്ന ഒരു ഏർപ്പാട്, ആ ഹൈഡ്രജനെ സൃഷ്ടിച്ചത്, അതിന് കൽപ്പന നൽകിയത് അള്ളയാണ്. ഇത്ര ഹൈഡ്രജൻ ഇത്ര ഓക്സിജൻ ചേർന്നാൽ ഇന്ന അതിഭാഗത്തിൽ ജലം ഉണ്ടാവാൻ പാടുള്ളൂ എന്നല്ല തീരുമാനം. അത് അങ്ങനെ സൃഷ്ടിക്കാൻ അള്ളക്കെ പറ്റുള്ളൂ. മനുഷ്യന്മാരെല്ലാവരും കൂടെ വിചാരിച്ചാലും സൃഷ്ടിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ദൈനംദിന ജീവിതത്തിലെ സംഭവങ്ങളും അനുഭവങ്ങളും അത് സൃഷ്ടിയാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അതിൻ്റെ പിന്നിൽ. അതിൻ്റെ സൽഫലങ്ങളും ദുഷ്ഫലങ്ങളും അനുഭവിക്കുന്നത് നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ചില സംഗതികളാണ്. പരീക്ഷണത്തിന് വേണ്ടി വിജയവും പരാജയവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ഒരാളൊരു സൽപ്രവർത്തി ചെയ്തിട്ട് അള്ളാഹുവിനെ പ്രകീർത്തിക്കാതെ സ്വന്തം പുകഴ്ത്തിയാൽ അവൻ ചെയ്തതിൻ്റെ ഫലം നിഷ്ഫലമായി. വലിയ വലിയ ഗൗരവമുള്ള സംഖ്യ. ഒരാളൊരു സൽക്കർമ്മം ചെയ്തു, പൈസ കൊടുത്തു, നല്ല സൽക്കർമ്മമാണല്ലോ, വേറൊരാൾ പൈസ കൊടുത്തു, എന്നിട്ടാ ഞാൻ കൊടുത്തിക്കണു, എന്തായാലും എനിക്ക് നല്ല ഒരു ധർമ്മിഷ്ഠ മനസ്സുണ്ട് എന്നാണ് പറയുന്നത് എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അങ്ങനെയാണ്. പൈസ കൊടുക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നു, അല്ലൊരു മനസ്സും തന്നു, അൽഹംദുലില്ലാ ഞാൻ കൊടുത്തിരിക്കുന്നു എന്ന് ആദ്യം പറയണം. ഇതിന് തൗഫീഖേകിയ തമ്പുരാനെ നിനക്ക് സ്തോത്രം എന്ന് പറയാത്തവൻ അവൻ്റെ സ്വന്തം അമല് പൊളിച്ചു കളഞ്ഞിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയുള്ള ആ രക്ഷിതാവുണ്ടല്ലോ, ആ രക്ഷിതാവിനോടാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. ഈ മഹാപ്രപഞ്ചത്തിൻ്റെ എല്ലാ സംഗതിയും തുസബ്ബിഹു ലഹുസ് സമാവാതു സബ്ഉ വൽ അർദ് വമൻ ഫീഹിന്ന, ഈ മഹാപ്രപഞ്ചത്തിലുള്ള മുഴുവനും അള്ളാഹുവിനോട് അള്ളാഹുവിനെ പ്രകീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആവശ്യങ്ങൾ അള്ളാഹുവിനോട് അവർ ചോദിക്കുന്നു ആ പ്രകീർത്തനത്തിലൂടെ. വഇമ്മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹും ഇന്നഹു കാന ഹലീമൻ ഗഫൂറാ. ഒരു വസ്തുവുമില്ല അള്ളാഹുവിൻ്റെ അവദാനങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് തസ്ബീഹ് ചെയ്യാത്തതായിട്ട്. നമ്മൾ കാണുന്നതും കാണാത്തതുമായ എല്ലാം അള്ളാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആ പ്രകീർത്തനങ്ങളുടെ അർത്ഥം അവർക്ക് ആവശ്യമായ നൽകണേ എന്ന പ്രാർത്ഥനയാണ്. ഇബാദത്ത് തന്നെയാണത്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ദുആ. ദുആ എന്ന് പറഞ്ഞാൽ എന്താ? ഇരക്കൽ. എന്താ ഇരക്കൽ? ആവശ്യം ഇരക്കൽ. ദുആ ഇരക്കൽ എന്നാണല്ലോ പറയാം. ആവശ്യം സൃഷ്ടാവിനോട് ഇരന്ന് ചോദിക്കുക, അതാണ് ദുആ. അവിടെ എങ്ങനെ ചോദിക്കണം? ഈ സൃഷ്ടാവിനോട് ചോദിക്കാൻ പാടുള്ളൂ എന്ന് പഠിപ്പിക്കുന്നു. ഉദ്ഉ റബ്ബക്കും തളർറുഅൻ വഖുഫിയ. നിങ്ങൾ വണക്കത്തോടെ ചോദിക്കണം, അതുപോലെ സ്വകാര്യമായി ചോദിക്കണം. ഉറക്കെ കിടന്ന് വിളിക്കേണ്ട, വണക്കത്തോടെ ചോദിക്കുക, സ്വകാര്യമായും ചോദിക്കുക, മെല്ലെ പതിയെ ചോദിച്ചാൽ മതി. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും ഒരു സ്ഥലത്ത് വരുമ്പോൾ ചില ആളുകൾ ഉറക്കെ എഴുതാറുന്നപ്പോൾ സഹാബാക്കൾ പറഞ്ഞ്, അല്ല മനുഷ്യന്മാരെ, നിങ്ങൾ പൊട്ടനോടോ ചെകിടനോടോ നല്ല ദ്വാരക്കണത് അള്ളാനോടാണ്, അതുകൊണ്ട് മര്യാദയ്ക്ക് അടക്കത്തിലും ഒതുക്കത്തിലും പറഞ്ഞാൽ മതി. ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. പ്രാർത്ഥനയ്ക്കൊണ്ടൊരു മര്യാദ, അതിൽ അതിക്രമം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല. അതിൽ അതിക്രമം ഒരുപാടുണ്ട്. ഇന്ന സംഗതി ഇന്ന കോലത്തിൽ ഇന്ന സമയത്ത് ഇത്ര കൃത്യമായിട്ട് ഇന്നതുപോലെയൊക്കെ ചെയ്തു തരണേ എന്ന് ദ്വാരത്തിൽ പടച്ചവനെ അവഹേളിക്കുന്ന ഒരു പരിപാടിയാണ്. നമുക്ക് ആവശ്യങ്ങളുണ്ട്. ആവശ്യത്തിന്റെ ഏറ്റവും ഉത്തമമായത് അറിയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതിന്റെ എല്ലാ സിഫത്തുകളും പറഞ്ഞിട്ട് ഈ കാർപ്പന്റെ അടുത്ത് മേശ ഉണ്ടാക്കാൻ പറയുമ്പോൾ ഓർഡർ കൊടുക്കുന്നത് പോലെ ദ്വാരക്കരുതെന്ന, വീട്ടിലെ കോൺട്രാക്ടറോടോ എഞ്ചിനീയറോടോ പ്ലാൻ വരയ്ക്കുമ്പോൾ അൽമാര അവിടെ വേണം, മറ്റത് ഇവിടെ വേണം, ബാത്റൂം ഇവിടെ വേണം, ടീൻ വേണം, മറ്റത് വേണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കൂലേ? അതുപോലെയല്ല പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥന വളരെ വിനയാന്വിതമായി. എൻ്റെ രക്ഷിതാവിനോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എല്ലാം അറിയുന്നവനാണ്, എൻ്റെ ഹൈർ എന്താണെന്ന് അവൻ നന്നായി അറിയുന്നു. അപ്പൊ അതുകൊണ്ട് വളരെ ഗൗരവത്തില് അലക്ഷ്യമായി പ്രാർത്ഥിക്കരുത്, സീരിയസ് ആയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്, നിഷ്കളങ്കമായിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. അതുപോലെ തന്നെ ഹറാമായ ഭക്ഷണം കഴിച്ചിട്ട് പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഭക്ഷണവും വസ്ത്രവും സ്ഥാനവും ഒക്കെ ഹലാലായിരിക്കണം എന്നുള്ള. കുടുംബബന്ധം മുറിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റില്ല. പാപങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഒരു ഹറാമായ ഒരു കാര്യം ഭക്ഷണം എനിക്ക് ചെയ്തു തരണേ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല. അതൊക്കെ ആ പ്രാർത്ഥനയിൽ അതിക്രമമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്.
വലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ വദ്ഉഹു ഖൗഫൻ വതമഅൻ. ഈ ഭൂമിയിൽ പ്രവാചകന്മാരായ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസ്കരണം പൂർത്തിയാക്കി കഴിഞ്ഞതാ. പിന്നെ നിങ്ങൾ ഇവിടെ കുഴപ്പമുണ്ടാക്കരുത്. കുടുംബബന്ധം മുറിക്കാനും അക്രമം ഉണ്ടാക്കാനും മറ്റുള്ളവരുടെ പിടിച്ചുപറിക്കാനും കവർന്നെടുക്കാനും വേണ്ടിയുള്ള ശ്രമവും പ്രാർത്ഥനയൊന്നും പാടില്ല. ഈ പ്രവർത്തനം ഒരു പ്രാർത്ഥനയാണ് എന്നുള്ളത് ഇവിടെ മനസ്സിലായിക്കൊള്ളണം. നാവ് കൊണ്ട് പറയുന്നത് മാത്രമല്ല പ്രാർത്ഥന, പ്രവർത്തനവും പ്രാർത്ഥനയാണ്. കാരണം അവൻ്റെ ഉള്ളിലുള്ളതാണ് അവൻ്റെ പുറത്തു വരുന്നത് പ്രവർത്തനത്തിലൂടെ. ഒരുത്തൻ കട്ടെടുക്കുമ്പോൾ അത് അവൻ്റെ പ്രാർത്ഥനയുടെ ഫലമല്ല എന്നൊന്നും വിചാരിക്കേണ്ട. കാരണം അവൻ്റെ ചിന്തയുടെ ഫലമാണ്. കാരണം അവൻ അങ്ങനെ കിട്ടണം. അതായത് ഉൾവി പ്രാർത്ഥന എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് ഉച്ചരിക്കുന്ന വാചകങ്ങൾ മാത്രമല്ല, ഉൾവിളി, ആഗ്രഹം, അഭിലാഷം, ചിന്ത, ഇതൊക്കെ പ്രാർത്ഥനയിൽപ്പെടും. ഒരു സഹാബി ഇങ്ങനെ ഒരു മലയിലൂടെ നടന്നു പോകുന്നു. അദ്ദേഹം ഒരു ചിന്ത മനസ്സിൽ. പിന്നൊരിക്കൽ അദ്ദേഹം ഒരു സ്വപ്നം കാണുന്നു. അദ്ദേഹം സ്വർഗത്തിൽ ഒരു വലിയ സ്വർണ്ണമലയുടെ ഉടമസ്ഥനായി കാണുന്നു. വിഷയം പ്രവാചക സദസ്സിൽ അവതരിപ്പിച്ചപ്പോൾ, നീ ഇന്ന മലയിലൂടെ നടന്നു പോകുമ്പോൾ ഇതൊക്കെ സ്വർണമായിരുന്നെങ്കിൽ ഇതെല്ലാം എടുത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാമായിരുന്നു എന്ന് ചിന്തിച്ചിരുന്നില്ലേ? പ്രാർത്ഥിച്ചല്ല, എന്ന് ചിന്തിച്ചിരുന്നില്ലേ? അതുകൊണ്ട് അത് നിനക്ക് സ്വർണ്ണമലയാക്കി കാണിച്ചെന്നതാണ്. ചിന്തക്ക് പ്രാർത്ഥനയുടെ ഊക്കുണ്ട്, ആഗ്രഹത്തിന്, അഭിലാഷത്തിന്. അപ്പൊ നമ്മുടെ ഉൾവിളി എന്താണ്? എന്താണ് നമ്മുടെ ആഗ്രഹം? എന്താണ് നമ്മുടെ അഭിലാഷം? ആഗ്രഹം മൂക്കുമ്പോഴാണ് ആശ, ആശയിലാണ് പ്രതീക്ഷ, പ്രതീക്ഷയിൽ നിന്നാണ് പ്രാർത്ഥന വരുന്നത്. അപ്പൊ ആഗ്രഹങ്ങളിൽ മോശമായാൽ കട്ട് ചെയ്യണം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കരുത്. വ്യക്തമായും ഹറാമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ച, അള്ളാഹു പഠിപ്പിച്ച കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നടക്കരുത്. അങ്ങനെ കുഴപ്പമുണ്ടാക്കരുത്. നിങ്ങൾ ചോദിക്കുമ്പോൾ ഖൗഫൻ, പേടിയോടെ ചോദിക്കണം, ഭയത്തോടെ ചോദിക്കേണ്ടത്. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും വന്നു പോയാൽ എന്നെ പിടിച്ചാളും എന്നൊരു പേടി. പേടി കൊണ്ട് നിരാശപ്പെടരുത്. മഹാപ്രതീക്ഷയോടെ വേണം പ്രാർത്ഥിക്കാൻ. അപ്പൊ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് സംഗതികളുണ്ട്, സമയങ്ങളുണ്ട്. രാത്രിയിലെ അന്ത്യയാമങ്ങളിൽ പ്രാർത്ഥിക്കുക, മഴ പെയ്യുമ്പോൾ പ്രാർത്ഥിക്കുക, ഖുർആൻ പ്രാർത്ഥിക്കുക, ബാങ്ക് വിളിക്കുമ്പോഴും ഇഖാമത്ത് വിളിക്കുമ്പോഴും, ബാങ്കിന്റെയും ഇഖാമത്തിന്റെ ഇടയിലും രണ്ട് ഖുതുബകൾക്കിടയിലും ഉള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുപോലെ പ്രയാസം, ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ജിഹാദ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി, മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടിയുമുള്ള ഉള്ളൊഴിഞ്ഞ പ്രാർത്ഥന, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. യൗമ അറഫയിലെ പ്രാർത്ഥന, റമളാനിൽ നോമ്പ് പിടിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന, റമളാനിലെ രാവുകളിലുള്ള പ്രാർത്ഥന, വെള്ളിയാഴ്ച ജുമഅയ്ക്കും അസ്റിനും ഇടയിൽ, ഇങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. നിഷ്കളങ്കമായ പ്രാർത്ഥന. ഇത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ സമയത്ത് മാത്രം പ്രാർത്ഥന സ്വീകരിക്കുമെന്നുള്ള അർത്ഥത്തിലല്ല. നമ്മൾ കൂടുതൽ ഊർജ്ജസ്വലമാക്കാൻ വേണ്ടിയ സമയം കാണിച്ചതാണ്. നിത്യവും എല്ലാ സന്ദർഭത്തിലും പ്രാർത്ഥനാനിരതമാണ് മനസ്സ്. കാരണം ആവശ്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ കൊണ്ടുകൊണ്ടിരിക്കും. അതെല്ലാം നമ്മൾ പരിവർത്തിപ്പിച്ച് മഹത്തായ പ്രാർത്ഥനകളാക്കി ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ തമ്പുരാനുമായി ബന്ധിപ്പിക്കുമ്പോൾ ഭൂമിയിലെ നമ്മുടെ ജീവിതത്തിന്റെ ശാന്തമായ നിയന്ത്രണത്തിനായി ആകാശലോകത്തു നിന്ന് മാലാഖമാർ ഇറങ്ങി വരും. നമ്മുടെ കൂടെ ഉണ്ട് എന്ന ബോധം തന്നെ നമുക്ക് ഭയങ്കരമായ ഊർജ്ജം നൽകുന്നതാണ്. അങ്ങനെ അല്ലാഹുവിന്റെ മാലാഖമാരുടെ അകമ്പടിയോടെ ഭൂമിയിൽ ജീവിക്കുന്ന ഉന്നതരായ സത്യവിശ്വാസികളാവാനാണ് ശ്രമിക്കേണ്ടത്. അതിന് കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ അർളന അബൂബക്കർ വഉമർ വഉസ്മാൻ വഅലിയ ബഖിയത്തി അസ്ഹാബി റസൂലില്ലാഹി അജ്മഈൻ. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ വൻപാപങ്ങളും ചെറുപാപങ്ങളും നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും സഹോദരങ്ങൾക്കും ഭാര്യ സന്താനങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നാട്ടാർക്കും മുഴുവൻ സത്യവിശ്വാസികൾക്കും പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളിന്ന് മുന്നേ നിന്നിലെത്തിയ ആൾക്കാരുടെ കബറിടങ്ങളെ സ്വർഗ്ഗ പൂങ്കാവനങ്ങളുള്ള പൂങ്കാവനങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. നാഥ, ഒരുപാട് ആളുകൾ മരിച്ചിട്ടുണ്ട്. അതുപോലെ പല ആളുകളും രോഗത്തിൽ അടക്കുന്നുണ്ട്. മരിച്ച എല്ലാ ആളുകൾക്കും നിന്റെ സ്വർഗ്ഗം നൽകി നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ.
അവരുടെ തെറ്റുകളെല്ലാം നീ പുറത്തു മാപ്പായി കൊടുക്കണേ തമ്പുരാനെ. രോഗത്തിൽ കഴിയുന്ന ആളുകളുടെ രോഗങ്ങൾ എത്രയും പെട്ടെന്ന് ശിവയായി കൊടുക്കണേ തമ്പുരാനെ. അവരുടെ പ്രാർത്ഥനകൾക്ക് നീ ഉത്തരം നൽകണേ തമ്പുരാനെ. അവരുടെ വേണ്ടപ്പെട്ടവരുടെ എല്ലാ കുറവുകളും നീ പരിഹരിച്ചു കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ സന്താനങ്ങളിലും സമ്പത്തുകളിലും നന്മ വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. ഈ ഖുർആൻ യഥാവിധി മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന കാലം അത്രയും സമയം അത്രയും പ്രാർത്ഥനാ നിരതമായ ഒരു മനസ്സ് തരണേ തമ്പുരാനെ. നിന്നെ ഓർത്ത് ആ കുളിർമയിൽ ഭൂമിയിലൂടെ ജീവിച്ച് ശാന്തമായി മടങ്ങി വരാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം നീ സ്വീകരിക്കണേ തമ്പുരാനെ. മക്ക് സക്രാത്തുൽ മൗത്തിന്റെ വേദന ഞങ്ങൾക്ക് ആശ്വാസപ്രദമാക്കണേ നാഥ. നരകശിക്ഷയിൽ ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. സ്വർഗം നൽകി അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളെ ദുആ തട്ടിക്കളയാതെ സ്വീകരിക്കണേ തമ്പുരാനെ. എപ്പോഴും നിന്നിൽ നിന്നുള്ള അനുഗ്രഹം ഞങ്ങളുടെ മേൽ വർഷിച്ചു കൊണ്ടിരിക്കണേ തമ്പുരാനെ. പൈശാചികമായ ദൗർബോധനം ഞങ്ങളെ അകച്ചു നിർത്തണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم انصر أعمال المجاهدين في كل أماكن الأرض يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين.